കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ വനിതാ പ്രാതിനിധ്യക്കുറവ് നീതികേടെന്ന ശശി തരൂർ എം പി. സ്ഥാനാർത്ഥി നിർണയത്തിൽ തനിക്ക് പങ്കില്ല. തീരുമാനങ്ങൾ എടുത്തവർ എല്ലാ ഘടകങ്ങളും പരിഗണിച്ചിരിക്കാം. വനിതാ ബില്ലിനെ പിന്തുണച്ച ആളാണ് താനെന്നും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നാണ് നിലപാടെന്നും ശശി തരൂർ എക്സിൽ പങ്കുവച്ചു. No, look, I have been for some time very much in favor of greater women's representation. I was one of the advocates of the Women's Representation Bill in the absence of any other provision, at least with automatic reservations now. From the next opportunity, we will find that women are given more of a chance to be able to be elected. I gather the government is also keen on pushing this without further delay. I think that all of this reflects certain structures and imbalances within political parties, which frankly have tended to be male-dominated. And I'm sorry to say, I do agree that when women are half the population, that they get only 9.8% of the seats is not fair. But again, those who made these decisions, and I'm not one of them, I'm not part of the selection process for candidates, but all I can say is that those who've done that must have taken all factors into account, and they claim that ultimately they were guided by winnability, and that's the principal thing. But when women's reservation comes, I think that will be an end to these debates, and we will see a fair opportunity to more. റഷീദ് ബിൻ മുഹമ്മദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഷീദ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ ഷമാ മുഹമ്മദിനെ പോലെയുള്ള ആളുകളൊക്കെ കോൺഗ്രസിലെ വനിതാ പ്രാതിനിധ്യം കുറഞ്ഞതിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരുന്നു. സമാനമായ നിലപാട് പങ്കുവെക്കുകയാണോ ശശി തരൂർ എം പി? കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ 92 പേരുകളാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ 9 വനിതകൾ മാത്രമായിരുന്നു ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലാണ് ഷമാ മുഹമ്മദ് അടക്കമുള്ള വനിതാ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വലിയ വിമർശനം ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശശി തരൂർ എം പിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു വിമർശനം ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ അതായത് ഈ വനിതകളെ ഉൾപ്പെടുത്താതെ പ്രാതിനിധ്യം കുറഞ്ഞിട്ടുള്ളത് അത് വലിയ നീതികേടാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വിമർശനമായിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പങ്കുവച്ചിട്ടുള്ളത്. തീരുമാനങ്ങൾ എടുത്തവർ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിരിക്കാം എന്നുള്ളതാണ്. അതോടൊപ്പം നേരത്തെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തന്റെ അഭിപ്രായങ്ങൾ ഒന്നും തന്നെ ഹൈക്കമാൻഡോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളോ തേടുന്നില്ല എന്നുള്ള ആരോപണം ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടയിൽ തന്നെ ശശി തരൂർ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു വ്യക്തത എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തനിക്ക് പങ്കുണ്ടായിട്ടില്ല. വിജയ മാനദണ്ഡങ്ങളായിരിക്കാം ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് പ്രധാന ഘടകമായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ശശി തരൂർ എം പി പ്രതികരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഷമാ മുഹമ്മദ് അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഇത്തരത്തിൽ ലോക്സഭയിലും അതോടൊപ്പം കോൺഗ്രസിന്റെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ വനിതാ നേതാക്കളുടെ പ്രാതിനിധ്യം കുറഞ്ഞതിൽ വലിയ വിമർശനം ഉന്നയിക്കുകയും രാഹുൽ ഗാന്ധി അടക്കം ഈ വിഷയത്തിൽ ഇടപെടണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശശി തരൂർ എം പിയും വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്.